മുനമ്പം വിഷയത്തിൽ കോട്ടയം എം പി ഫ്രാൻസിസ് ജോർജ് മലക്കം മറിഞ്ഞുവോ? യഥാർത്ഥത്തിൽ ഫ്രാൻസിസ് ജോർജ് എന്തുദ്ദേശിച്ചാണ് മുനമ്പം സമരവേദിയിൽ അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്? കേരളത്തിലെ 140 MLA-മാരും 18 MP-മാർക്കും ഇല്ലാത്ത ആർജവവും തന്റേടവും മുനമ്പം സമരവേദിയിൽ കാണിച്ച ഫ്രാൻസിസ് ജോർജ് ഭയപ്പെട്ട് പിന്മാറിയോ? എന്തൊക്കെ തന്നെയാണേലും മുനമ്പം ജനത അഭിമുഖീകരിക്കുന്ന യഥാർത്ഥ പ്രശ്നം അദ്ദേഹം പൊതുസമൂഹത്തോട് തന്റെ പാർട്ടിയോ മുന്നണിയോ നോക്കാതെ ധീരതയോടെ വിളിച്ചു പറഞ്ഞുവെന്നത് സത്യമല്ലേ? കഴിഞ്ഞ 100 ദിവസമായി കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും സംഘടനാ നേതാക്കളും മുനമ്പം സമരപ്പന്തൽ സന്ദർശിച്ച് ഐക്യദാർഢ്യവുമായി പോയിട്ടുണ്ട്. അവരെല്ലാം ഈ ജനത്തിന് പല മോഹന വാഗ്ദാനങ്ങളും നൽകിയിട്ടുമുണ്ട്. നടപ്പിലാക്കിയോ ഇല്ലയോ എന്നത് രണ്ടാമത്തെ കാര്യമാണ്. എന്നാൽ മുനമ്പം ജനതയെ ഈയൊരു അവസ്ഥയിൽ ചതിയിൽ ഉൾപ്പെടുത്തിയതിനു പിന്നിൽ വഖഫ് നിയമത്തിലെ ഒരു കിരാതനമായ മനുഷ്യബുദ്ധിക്ക് ഒട്ടും യോജിക്കാത്ത ഒരു നിയമവ്യവസ്ഥയാണ്. ഇന്ത്യ രാജ്യത്തെ ഏതു ഭൂമിയിലും വഖഫിന് കണ്ണും പൂട്ടി അവകാശവാദം ഉന്നയിക്കാമെന്നതാണ്. വഖഫ് അവകാശവാദം സ്ഥാപിച്ചാൽ ആ നിമിഷം മുതൽ ആ ഭൂമി വഖഫ് ആസ്തി വിവര പട്ടികയിൽ ഉൾപ്പെടുത്താം. പിന്നീട് ആ ഭൂമി വർഷങ്ങളായി താമസിക്കുന്നവർക്ക് പോലും അതിൽ റവന്യൂ അവകാശങ്ങൾ ഉണ്ടാകില്ല. ആ വിഷയത്തിൽ ഒരു പൗരൻ സമീപിക്കേണ്ടത് വഖഫ് കോടതിയെ തന്നെയാണ്. ട്രൈബ്യൂണലിന്റെ ഉത്തരവ് ചോദ്യം ചെയ്യുവാൻ പരമോന്നത കോടതിക്ക് പോലും അവകാശമില്ല, അല്ലെങ്കിൽ പരിമിതികളുണ്ട്. വഖഫ് നിയമത്തിലെ ഈ ഒരു സെക്ഷനാണ് മുനമ്പം ജനതയെ കണ്ണീര് കുടിപ്പിക്കുന്നത്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ ഒരു അമെൻഡ്മെന്റ് ഈ കിരാതന സെക്ഷൻ എടുത്തു കളയുന്നതാണ്. ഈ രണ്ട് വിഷയങ്ങൾ ലോക്സഭയിൽ ചോദ്യം ചെയ്യും. ഇത് എടുത്തു കളയണമെന്ന് തന്നെയാണ് കോട്ടയം എം പി ഫ്രാൻസിസ് ജോർജിന്റെ നിലപാട്. അദ്ദേഹം അതിൽ നിന്നും പിന്നോട്ട് പോയിട്ടില്ല എന്നതാണ് ഇപ്പോഴും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വഖഫ് അമെൻഡ്മെന്റിൽ മറ്റു പല വിഷയങ്ങളുണ്ടാകാം. അതിൽ ഈ രണ്ട് കാര്യങ്ങളെ മാത്രം അദ്ദേഹം പിന്തുണയ്ക്കുമെന്നായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചതും. എന്തായാലും ഭൂരിപക്ഷം ക്രിസ്ത്യാനികളുടെ വോട്ട് വാങ്ങി വിജയിച്ച കോട്ടയം എം പി ഫ്രാൻസിസ് ജോർജ് ഇത്രയെങ്കിലും പറഞ്ഞതിനെ മുനമ്പം ജനത നന്ദിയോടെ ഓർക്കുകയാണ്. കാരണം ഇതുപോലെ തന്നെ ഭൂരിപക്ഷം ക്രൈസ്തവരുടെ വോട്ട് വാങ്ങി വിജയിച്ച അവരുടെ എം പി ഹൈബി ഈഡൻ പോലും പറയുവാൻ ചങ്കൂറ്റം കാണിക്കാതിരുന്ന വിഷയത്തിലാണ് ഫ്രാൻസിസ് ജോർജ് മുന്നോട്ട് വന്നത്. വഖഫ് നിയമത്തിലെ ഇത്തരത്തിലൊരു നിയമം എടുത്തു കളയേണ്ടത് മുനമ്പം ജനതയുടെ മാത്രമല്ല, ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഓരോരുത്തരുടെയും അവകാശമാണ്. കാരണം ഇതൊരു മതേതര രാജ്യമാണ്. ഇവിടെ മതനിയമമല്ല, മതേതരത്വമാണ് ഭരിക്കേണ്ടത്. ഒരു മതനിയമത്തിന്റെ കീഴിൽ മറ്റു മതസ്ഥരെ കൊണ്ടുവരുന്ന പ്രാചീനവും കിരാതനവുമായ നിയമം മുന്നിൽ കണ്ടിട്ടും മനസ്സിലാക്കിയിട്ടും വോട്ട് ബാങ്കും ചില മതത്തെയും കണ്ടും പേടിച്ചും മിണ്ടാതിരിക്കുന്ന ഈ ജനപ്രതിനിധികളെ കാണുമ്പോൾ പുച്ഛം തോന്നുകയാണ്. മുൻപത്ത് വന്ന് നിങ്ങളെ ആരെയും ഇവിടെ നിന്ന് ഇറക്കിവിടുവാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് വലിയ വീമ്പോടെ വിളിച്ചു കൂവാനാണ് ഈ ജനപ്രതിനിധികൾക്കും രാഷ്ട്രീയക്കാർക്കും സാധിക്കുന്നത്. അല്ലാതെ ഇവരെ ഈ നിരാഹാരത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ഈ നിയമത്തിലെ കിരാതനമായ ഭാഗം നീക്കുവാൻ ഞങ്ങൾ ആവശ്യപ്പെടുമെന്ന് നട്ടലുള്ള ഒരു നേതാവും പറഞ്ഞു കേട്ടിട്ടില്ല. അതാണ് ഫ്രാൻസിസ് ജോർജ് ആവശ്യപ്പെട്ടതും. പ്രിയ സാറുമാരെ, മുനമ്പത്തുകാരെ അവിടെ ഒഴിപ്പിക്കാതിരിക്കുവാൻ നിങ്ങളുടെ ആരുടെയും ഒത്താശ അവർക്ക് വേണ്ട. അത്ര ചങ്കറപ്പുള്ള മത്സ്യത്തൊഴിലാളികളാണ് അവർ. അതുകൊണ്ട് മുനമ്പത്ത് ചെന്ന് നിങ്ങളെ ഒഴിപ്പിക്കുവാൻ ഞങ്ങൾ സമ്മതിക്കില്ലെന്നാലും വീമ്പിളക്കേണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് ഈ വഖഫ് നിയമത്തിലെ ജനദ്രോഹപരമായ വ്യവസ്ഥകൾ നീക്കം ചെയ്യുകയാണ്. അതിന് നിങ്ങൾക്കുള്ള അധികാരം ഉപയോഗിക്കണം. വാക്കുകൾ കൊണ്ട് ആവേശം കൊള്ളിക്കുവാൻ ഏത് നേതാവിനും സാധിക്കും. പകരം പറയുന്നത് പ്രവൃത്തി കൊണ്ട് ചെയ്തു കാണിക്കുമ്പോഴാണ് യഥാർത്ഥ നേതാവാകുന്നത്. വഖഫ് നിയമം പൂർണ്ണമായി എടുത്തു മാറ്റണമെന്ന് മുനമ്പം ജനത ഇതുവരെ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. പകരം കാലാനുസൃതമായ മാറ്റങ്ങൾ വേണം. ഒരു മതനിയമത്തിനും മറ്റു മതത്തിലുള്ളവരെ ഭരിക്കുവാനുള്ള ഒരു വ്യവസ്ഥയും ഈ മതേതര രാജ്യത്തെ ഭരണഘടനയിൽ ഉണ്ടാകുവാൻ പാടില്ല. അത് നിങ്ങൾ ജനപ്രതിനിധികൾ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ചങ്കുറപ്പ് കാണിക്കണം. അല്ലാതെ വോട്ട് ബാങ്ക് മാത്രം നോക്കി അന്ധമായ സമുദായ ഭീതിയിലേക്ക് നിങ്ങളെല്ലാം തരം താഴുന്നത് കാണുമ്പോൾ നിങ്ങൾക്കെല്ലാം വോട്ട് തന്ന് ജയിപ്പിച്ചു വിട്ട ഞങ്ങൾക്ക് ഞങ്ങളോട് തന്നെ വെറുപ്പും അറപ്പും തോന്നി തുടങ്ങുന്നു. പ്രിയപ്പെട്ട എറണാകുളം മുനമ്പംകാരുടെ എം പിയോട് ഒരു വാക്ക്. ഫ്രാൻസിസ് ജോർജ് എം പി പറഞ്ഞത് നിങ്ങൾ ഒരു തവണയെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അഭിമാനിക്കാനില്ലെങ്കിലും വോട്ട് ചെയ്ത് ജയിപ്പിച്ച മുനമ്പംകാർക്ക് ലജ്ജിക്കാതിരിക്കാമായിരുന്നു.